അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ട് കഫേയിലേക്കാണ് കേട്ടോ. ലീല ആർട്ട് കഫേയാണ്. അടിപൊളിയായിട്ടുള്ള നല്ല ഫുഡുണ്ട്, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട്, നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഫോർട്ട് കൊച്ചിയിൽ വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മഴ കാരണം നമ്മൾ അതൊന്നും പോയില്ല കേട്ടോ. ഈ ഏരിയയിൽ തന്നെ നല്ല വേറെയും ഫ്രഞ്ച് ടോസ്റ്റൊക്കെ കിട്ടുന്ന കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ എല്ലാം തന്നെ ഒരു പോർച്ചുഗൽ സ്റ്റൈലാണ് കേട്ടോ. ആ ഒരു ടൈമിന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗിയാട്ടോ അതിന് കാണാൻ. അതുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പം എപ്പോഴും നല്ല നല്ല ഭംഗിയായിരിക്കും കേട്ടോ അവരുടെ ഓരോ ബിൽഡിങ്ങൊക്കെ. പഴയ ബിൽഡിങ്ങുകളൊക്കെ അവരിപ്പം കഫേ അതുപോലെ വേറെ കുറെ ആർട്ടിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര ഒരു ഇംഗ്ലീഷ് ടച്ച് ആണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് അവിടെയുള്ള കഫേയിലേക്കാണ് പോകുന്നത്. ക്രിസ്മസിൽ കേക്ക് വാങ്ങാറില്ല. മട്ടാഞ്ചേരി സ്പൈസ് കേക്ക്, അത് നമ്മൾ അവിടെ നിന്നാണ്. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റിന്റെ ഒരു അടിപൊളി കഫേ ഇവിടെ ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഫോർട്ട് പാരഗന്റെ ഫോർട്ട് കൊച്ചിയിലെ ഒരു ഔട്ട്ലെറ്റ് ആണ് അത് കാണുന്നത്. ഓക്കെ, ബിഗ് ബി സിനിമയിലെ വീട്. അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല. പോവാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പൊ പോണ്ടല്ലോ. ഇവിടെ മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫിലിമിന്റെ വീടില്ലേ, ആ വീടാണ്. ഓ, ഇതാണ് ആ വീട് അല്ലേ? ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടായിരുന്നു, അവർ അടച്ചു പോയോ എന്നൊരു സംശയമില്ല അതില്ല. ഇത് ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് കിട്ടുന്ന കഫേയാണ് കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിന് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ ജസ്റ്റ് കയറി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോന്നു. കാരണം ഒരുപാട് ലേറ്റ് ആവും. അപ്പം ഞങ്ങൾക്ക് ഡിന്നറൊക്കെ കഴിക്കാൻ സമയം ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മളത് ജസ്റ്റ് കണ്ടിട്ട് പോന്നു. ഇനി പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പോന്നു കേട്ടോ. ഇവിടെയുള്ള ആർക്കിടെക്ചർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഓരോന്നും ചെയ്തിരിക്കുന്നത് നമുക്ക് ഭയങ്കരം എന്ന് പറയാൻ പാടില്ലായിരിക്കും, പക്ഷെ നല്ല ഫീലാണ്. ആ ഒരു ഫീല് തരുന്ന അത്രയും നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജയസൂര്യൻ്റെ ആ ബ്യൂട്ടിഫുൾ മൂവിയിലുള്ള വീട്. പിന്നെ ഇതും ഏതോ ഒരു മൂവിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പേര് ഓർമ്മയില്ല. അപ്പോൾ അതാ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ. ഇത് പിന്നെ ബിഗ് ബി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള വീടാണ് കേട്ടോ. വാസ്കോ ഹൗസ് ആണ്. അതിലൂടെ ഫേമസ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വന്ന് ഫോട്ടോസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളീൻ്റെ നേരെ ബാക്കിലായിട്ട് വരുന്നതാണ് കേട്ടോ ഈ വാസ്കോ ഹൗസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് നമ്മുടെ ലീല ആർട്ട് കഫേയിൽ എത്തി കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കാണിക്കുന്നത് നീളത്തിൽ. ഇത് പണ്ടുള്ള എന്തോ വേറെ എന്തൊക്കെയോ ആയിട്ട് ബാങ്കും അങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു ബിൽഡിങ്. പണ്ട് പോർച്ചുഗൽ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒക്കെ ആ സമയത്തുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ എൻ്റെ ഫ്രണ്ട് വ്യൂ എന്നൊക്കെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. മഴ കാരണം നിങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. ഇതിൻ്റെ ഇങ്ങനെ കയറി വരുന്ന ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ ഏരിയയും ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള
ഒരു കഫേയാണ് കേട്ടോ. ആമിക്ക് ഈ കഫേനെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കുറേ നല്ല ഡ്രോയിങ്സും ആർട്ടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അവൾ ഫുഡ് കഴിക്കാനേ വരുന്നുണ്ടായിരുന്നില്ല. ഓരോ പിക്ചറും ഓരോ ഡ്രോയിങ്സും നോക്കി നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ വേറെ തന്നെ ഒരു സ്റ്റോറുണ്ട്. അത് നമ്മൾ അവിടെ ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ കുറേ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. എസ്തെറ്റിക്സ് ആയിട്ടുള്ള കുറേ നല്ല കീ ചെയിനും അങ്ങനെയുള്ള ഒരുപാട് നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴും നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെയും കുറേ ആർട്ടിൻ്റെ അവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ പേപ്പർ ബുക്സൊക്കെ, കുഞ്ഞു ബുക്സുകൾ, പിന്നെ കുറേ ഡ്രോയിങ്സ് ചെയ്തത്, പിന്നെ കുറേ അല്ലാതെ കുറേ ഡ്രോയിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നടുമുറ്റം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് കുറേ നല്ല ഫോട്ടോസ് എടുക്കാം. അതേപോലെ ബുക്സൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് വന്നിരുന്ന് ബുക്സൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. ഇവിടെ ഇങ്ങനെ മലയാള അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇടം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഡ്രസ്സിൻ്റെതും നമ്മൾ പോകുന്ന അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതും നല്ല പ്യുവർ കോട്ടൺ ആ ഒരു ടൈപ്പിൽ വരുന്ന നല്ല അടിപൊളി ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഫുഡ് ഓർഡർ ചെയ്യണം. ഇതാണ് ലീലത്തെ. നിനക്ക് ഇഷ്ടമായി അവിടെ? ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ടല്ലേ? നിനക്ക് ഈ ആർട്ടിൻ്റെയും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? ബുക്ക് കൊണ്ടുവരാത്തയാണോ വിഷമമായ? അങ്ങനെ നമ്മൾ അറിയില്ലല്ലോ ഇത്രയും സർപ്രൈസ് ഉണ്ടായിരുന്നു. നിനക്ക് ഇത്രയും അടിപൊളി സാധനങ്ങൾ കാണാൻ പറ്റുന്നല്ലേ? എൻ്റെ മേലെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ താഴെ ഇങ്ങനെ കേട്ടോ വ്യൂ കാണാൻ. അവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ അവിടെ കുറേ ആർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ താഴെ തന്നെ ഇങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഗാലറി ഉണ്ട്. ഭംഗി തോന്നിയൊരു കാര്യം, ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിയൊക്കെ കാണാം കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കുന്നതൊക്കെ. എനിക്കൊന്ന് പഴയ സായിപ്പന്മാരുണ്ടാക്കിയിട്ടുള്ള എന്തോ സംഭവമായിരിക്കും. പക്ഷേ ഇതേപോലെ ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴെ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. പഴയ തറവാടാണോ എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു അടിപൊളി സ്ഥലം, പഴയ ഒരു ഫീലുള്ള. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായില്ലേ? അതുപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവരുടെ ചെയറും ഒക്കെ അടിപൊളി. പിന്നെ ഇവിടെ ഒരു പോട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അതിന് ഒരു പിന്നെ ഇവിടെ ഇങ്ങനെ ലീല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. പാപ്പു നിനക്ക് ഇഷ്ടമായോ? നല്ല അടിപൊളി ഇടിയപ്പം. ഇതെന്താണ്? ചെമ്മീൻ മാങ്ങക്കറി, പ്രോൺസ് മാങ്ങക്കറി. അടിപൊളി. ഓ അടിപൊളി.
അപ്പോൾ നമ്മൾ ചെമ്മീൻ മാങ്ങക്കറിയും അതേപോലെ ഇടിയപ്പവും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ആമിക്ക് റൂമിക്ക് വേണ്ടിയിട്ട് ഒരു ഇടിയിറച്ചി സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നല്ല അടിപൊളി സാധനമാണ്. കാന്താരി ഉപ്പിലിട്ടതും പിന്നെ അതിൻ്റെ മയണൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയറിൻ്റെ താഴെ തന്നെ ഒരു ചെറിയൊരു ആർട്ടിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ആശയം സ്റ്റോറാണത്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? നിനക്ക് വരാൻ തോന്നില്ലല്ലോ? ഇവിടെ ആമി ഇവിടെ നിന്നോട്ടെ ഇന്നലെ. ഇത് നോക്കൂ, ഇതിങ്ങനെയാണ് കേട്ടോ. ഓ മാജിക് ആണോ ഇത്? കാർഡാണോ? കുറെ എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളാണ്. അതിനിപ്പം ബാക്ക് ടു സ്കൂൾ നീ ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങിക്കാനുള്ളതാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാം. എനിക്ക് തന്നെ എന്താ കണ്ടിട്ട് ഇഷ്ടമില്ലാത്തല്ലേ. സംഭവം ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ, അത് നല്ല അടിപൊളിയാണ്. പാപ്പുൻ്റെ ആണോ? ഇതിൻ്റെ അകത്തുള്ള ഉൾവശമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയൊരു സിനിമയല്ലേ, നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമ, അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇടനാഴിയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടോ. റൂമിൽ കഴിച്ചില്ല, പക്ഷെ അതിന്റെ ടേസ്റ്റും കൊണ്ട് നമ്മള് രണ്ടാമത് വാങ്ങിച്ചപ്പോ നല്ലോണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നെക്കാളും അതിനെക്കൊണ്ട് അത് എടുക്കാൻ പറ്റും. അതെ, അതിന്റെ ടേസ്റ്റ് ഞാൻ ഇന്ന് എത്ര സാൻഡ്വിച്ച് ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. ആസ്വദിച്ചെന്നല്ല, സമയം ഉണ്ടായിരുന്നില്ല കഴിച്ചു തീർക്കാൻ. ഇതിപ്പം ഭൂമിക്ക് മാത്രം വാങ്ങിയാണ്, പക്ഷെ വേറെ ചില ആൾക്കാരുടെ ആക്രമണം. റൂമിക്ക് ഇഷ്ടായോ? റൂമിക്ക് ഇഷ്ടായിട്ടില്ല. ഇല്ലേ? റൂമി കരഞ്ഞു പോകൂലേ? റൂമി കഴിച്ചോ അടിപൊളിയോ? ഇത് മറ്റൊരു കൊക്കോന്റെ ഒക്കെ ഷേപ്പ് പോലെ ഉണ്ടല്ലേ, പിന്നെ ബോട്ട് ഇത് കാണാൻ. ബ്രൗണിയും പിന്നെന്താ ഇതില്? നല്ല ഐസ്ക്രീം. അത് എടുത്തു വെക്കട്ടെ, കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് കൊതി വരും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ ഇത് അവർ അത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ്. ഇനി എന്തായാലും ഇത് കഴിച്ച് തീർക്കാം. ഇത് കഴിച്ച് തീർത്തിട്ട് നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഇവിടെ തീരുപ്പത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ. ഇവിടെ നമ്മളെ ആൾക്കാർ ഇതുവരെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അവരാ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീല അടിപൊളി. ലീല എന്നല്ല, ലീലാന്നാണോ? ലീലയാണ്, ലീലല്ല. പക്ഷെ കിട്ടെല്ലാം കഫേയാണ്. അടിപൊളി ഫുഡാണ്. ഫുഡും ആണ്, അവിടുത്തെ ആ ഒരു വൈബും അല്ലേ, ആ ഒരു ഏരിയ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.